സോഷ്യൽ മീഡിയ നമ്മുടെ നിത്യജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നത് ഞാൻ പറഞ്ഞറിയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ CJP എന്ന ഡിജിറ്റൽ പാർട്ടിയുടെ ഉദയമാണ്. നമുക്ക് അറിഞ്ഞിരിക്കാം CJPയുടെ ഉത്ഭവം മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ. വെൽക്കം ബാക്ക് ടു റിവൻ മലയാളം. 2026 മെയ് 15 ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയിൽ സമൂഹത്തിൽ നടക്കുന്ന വ്യാജ നിയമനങ്ങൾക്കെതിരെ വാദം നടക്കുകയാണ്. വിധി പറഞ്ഞതാവട്ടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അവർകളായിരുന്നു. അതായത് രാജ്യത്തെ തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകളെന്നും പരാന്നജീവികൾ അഥവാ പാരസൈറ്റിനോട് താരതമ്യപ്പെടുത്തി സംസാരിക്കുകയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ആ ഒരു വിവാദ പരാമർശം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും പലരും സോഷ്യൽ മീഡിയകൾ വഴി പ്രതിഷേധം രേഖപ്പെടുത്തുകയും മീമുകൾ ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുകയുമാണ്. അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ 2016 മെയ് 16 അതായത് ഈ ഒരു സംഭവം നടന്ന് പിറ്റേ ദിവസമാകുമ്പോൾ അഭിജിത്ത് ദീപ്കെ എന്ന 30 വയസ്സുകാരൻ തൊഴിലില്ലാത്ത പാറ്റകളെല്ലാം ഒന്നു ചേർന്നാൽ എന്താകും എന്ന ആശയത്തോടു കൂടി എക്സിൽ ആക്ഷേപഹാസ്യ ഡിജിറ്റൽ പാർട്ടിയായി ക്രോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. അഭിജിത്ത് ദീപ്കെ ആരാണെന്ന് നോക്കിയാൽ പൂനെയിൽ നിന്ന് ബിരുദം നേടുകയും 2020-23 കാലഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയിൽ സോഷ്യൽ മീഡിയ വിങ്ങിൽ ഒരു വളണ്ടറിയായി പ്രവർത്തിക്കുകയും ഡൽഹി സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആശയവിനിമയ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച ഒരാളാണ്. 2023 ശേഷം അമേരിക്കയിലേക്ക് താമസം മാറി ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് റിലേഷൻസിൽ മാസ്റ്റർ ഓഫ് സയൻസ് പൂർത്തിയാക്കുകയുമാണ്. ഇന്ന് ട്വിറ്ററിൽ യുവാക്കൾക്ക് വേണ്ടി യുവാക്കളാൽ യുവാക്കളുടെ ഒരു രാഷ്ട്രീയ മുന്നണി എന്ന മുദ്രാവാക്യത്തോടെയാണ് അഭിജിത്ത് ദീപ്കെ CJP അഥവാ ക്രോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേജ് ആരംഭിക്കുന്നത്. ഇതിനിടയിൽ സുപ്രീം കോടതിയിൽ വിവാദ പരാമർശം നടത്തിയെന്ന പേരിൽ ചീഫ് ജസ്റ്റിസ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ തൊഴിലില്ലാത്ത എല്ലാ യുവജനങ്ങളെയും ഉദ്ദേശിച്ചല്ല അത്തരമൊരു പരാമർശം നടത്തിയത്, മറിച്ച് വ്യാജ സർട്ടിഫിക്കറ്റുകൾ വഴി ജോലി നേടുന്നവരെ ഉദ്ദേശിച്ചാണ് അത്തരം പരാമർശം നടത്തിയതെന്നും അദ്ദേഹം സമ്മതിക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ മാറിമറിയുകയാണ്. അതായത് ഈ ഒരു വിവാദ പരാമർശത്തിന് ശേഷം CJP ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയാണ്. മടിയന്മാരുടെയും പാറ്റകളുടെ ഒരു യൂണിയൻ എന്ന ഒരു മുദ്രാവാക്യത്തോടു കൂടിയാണ് അക്കൗണ്ട് തുടങ്ങുന്നത്. എക്സിലും ഇൻസ്റ്റഗ്രാമിലും വെറും 6 ദിവസം കൊണ്ട് 2 ലക്ഷം ഫോളോവേഴ്സും ഇൻസ്റ്റഗ്രാമിൽ 2 മില്യൺ ഫോളോവേഴ്സും കടന്ന CJP പാർട്ടി ഓൺലൈൻ ഫോമുകൾ വഴി ഏകദേശം 4 ലക്ഷത്തോളം അംഗങ്ങൾ രജിസ്റ്റർ ചെയ്തതായി പറയപ്പെടുകയാണ്. പക്ഷേ മെയ് 21 ആകുമ്പോൾ CJPയുടെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ സസ്പെൻഡ് ചെയ്യുകയാണ്. അതിന് കാരണമായി ഇൻ്റലിജൻസ് ബ്യൂറോ പറയുന്നത് CJPയുടെ ഉള്ളടക്കം പ്രകോപനപരവും യുവാക്കൾക്കിടയിൽ അതിവേഗം സ്വാധീനം ചെലുത്തുന്നതായിരുന്നു. എന്നാൽ എക്സ് അക്കൗണ്ട് നീക്കം ചെയ്ത് മിനിറ്റുകൾക്കകം ക്രോക്രോച്ച് ഈസ് ബാക്ക് എന്ന ഒരു പുതിയ ഹാൻഡിൽ ഉപയോഗിച്ച് CJP തിരിച്ചെത്തുകയും ജനങ്ങൾ വീണ്ടും ഫോളോ ചെയ്യാൻ ആരംഭിക്കുകയുമാണ്. പക്ഷേ മെയ് 23 ആകുമ്പോൾ CJPയുടെ ഒഫീഷ്യൽ അക്കൗണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് പ്രവർത്തനരഹിതമാക്കുകയാണ്. 24 ആകുമ്പോൾ CJPയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും അഭിജിത്ത് ദീപ്കെയുടെ സ്വകാര്യ അക്കൗണ്ടും ഹാക്ക് ചെയ്യപ്പെടുന്നതായും വധഭീഷണി നേരിട്ടതായും ദീപ്കെ അവകാശപ്പെടുന്നുണ്ട്. ഇതാണ് CJP എന്ന പാർട്ടി രൂപപ്പെടാനുണ്ടായ കാരണങ്ങളെന്ന് പറയുന്നത്. ഇനി CJPയിൽ ചേരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിന് ചില യോഗ്യതകളും CJP പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് തൊഴിലില്ലാത്തവർക്കും മടിയന്മാർക്കും നിരന്തരം ഓൺലൈനിൽ കാണപ്പെടുന്നവർക്കും, അതായത് ദിവസത്തിൽ 13 മണിക്കൂറെങ്കിലും ഓൺലൈനിൽ കാണപ്പെടുന്നവർക്കും സത്യസന്ധവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വാദോരാതെ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളായിരിക്കണം എന്നിവയാണ് CJPയിൽ ചേരാനുള്ള യോഗ്യതകൾ എന്ന് പറയുന്നത്. ഈ ഒരു ക്രോക്രോച്ച് ജനതാ പാർട്ടി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാത്ത ഒരു പാർട്ടിയാണെങ്കിലും 5 പ്രഖ്യാപനങ്ങൾ അടങ്ങുന്ന ഒരു പ്രകടന പത്രികയും അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത് വിരമിക്കലിന് ശേഷം ഒരു ചീഫ് ജസ്റ്റിസിനും രാജ്യസഭാ സീറ്റ് അനുവദിക്കരുതെന്നാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരാളുടെ നിയമപരമായ വോട്ട് ഇല്ലാതാക്കിയാൽ UAPA പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറസ്റ്റ് ചെയ്യണമെന്നതാണ്. അതായത് നമുക്കറിയാം രാഹുൽ ഗാന്ധി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വോട്ടുകളിൽ ക്രമക്കേട് നടക്കുന്നെന്നൊരു പരാമർശം നടത്തിയിരുന്നു. അതിൻ്റെ തെളിവുകളും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നു. ചിലപ്പോൾ ആ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും ഇത്തരമൊരു പ്രഖ്യാപനം CJP നടത്തുന്നതെന്ന് പറയാം. അപ്പോഴും ഒരു ചോദ്യം ഉയരും, CJP എന്ന പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട പാർട്ടിയാണോ എന്ന്. തീർച്ചയായും CJP നിലവിൽ ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു ഓഫ്ലൈൻ പാർട്ടി മാത്രമാണ്. ഇനി മൂന്നാമത്തെ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തുമെന്നതാണ്. ഇപ്പോൾ സ്ത്രീകളുടെ സംവരണം എന്ന് പറയുന്നത് 33%. അത് 50% ആക്കുമെന്നുമാണ് CJPയുടെ പ്രകടന പത്രികയിൽ അവർ പ്രഖ്യാപിക്കുന്നത്.
ഇനി നാലാമത്തെ പ്രകടന പത്രികയിലെ പ്രഖ്യാപനം എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പിൻ്റെയും അംബാനി ഗ്രൂപ്പിൻ്റെയും ഉടമസ്ഥയിലുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും ലൈസൻസുകൾ റദ്ദാക്കണമെന്നതാണ്. അങ്ങനെ റദ്ദാക്കിയ ശേഷം സ്വതന്ത്ര മാധ്യമങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നതാണ് CJP ഉറപ്പ് നൽകുന്നത്. അദാനിയുടെയും അംബാനിയുടെയും ചാനലുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി അഞ്ചാമത്തെ പ്രകടന പത്രികയിലെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് കൂറുമാറുന്ന MLAക്കോ MPക്കോ 20 വർഷം വരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല, അത് ഒഴിവാക്കണമെന്നാണ് അവരുടെ ഒരു പ്രഖ്യാപനമെന്ന് പറയുന്നത്. ഇത്രയുമാണ് CJPയുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. വെറുമൊരു ആക്ഷേപഹാസ്യ ഓൺലൈൻ പാർട്ടിയായി ആരംഭിച്ച കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ന് ഓൺലൈനായും ഓഫ്ലൈനായും ഇന്ത്യയിലുടനീളം അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. പ്രമുഖരായ പലരും CJPക്ക് സപ്പോർട്ടായി മുന്നോട്ട് വരുന്നത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നിങ്ങളോടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്, ഈ CJP പാർട്ടിയുടെ ഭാവി എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ടേക്ക് കെയർ, ബൈ.